നിന്ദാനം ഞാൻ അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു. നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും കർത്താവിൻ്റെ പാദപിടം ചേർന്ന് കടന്നു വരുവാനും സഹായിച്ചതോർത്ത് നന്ദിയപ്പ, നന്ദി നന്ദി. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഹല്ലേലൂയ അപ്പൻ്റെ പാദപിടം ചേർന്ന് കടന്നു വരുവാനും സന്തോഷത്തോടും സുബോധത്തോടും ആരോഗ്യത്തോടുമായിരിക്കാൻ തൊക്കണം കർത്താവ് തന്ന ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും ഒക്കെ എൻ്റെ അപ്പച്ചൻ്റെ പക്കലാ ദാനമായി നൽകിത്തരേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആവശ്യമാർന്ന ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം എല്ലാം തന്ന് ഞങ്ങളെ പോറ്റി പുലർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണം. അപ്പൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. ദിനംതോറും അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളുണ്ട്. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളുണ്ട്. എല്ലാവരെയും തിരുമുൻപാകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കൊണ്ട് ഞങ്ങളുടെ ഭാരവിഷയം, രോഗവിഷയമെല്ലാം ഏറ്റെടുക്കുവാൻ കഴിവുള്ളൊരു നല്ല പിതാവ് ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം. അപ്പാ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും എല്ലാം ഏൽപ്പിക്കട്ടപ്പാ. സ്തോത്രം, സ്തോത്രം അപ്പാ. എൻ്റെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ദാനമായി തന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം തന്നിരിക്കുന്നതായ എല്ലാ നല്ല ദാനങ്ങൾക്കായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, എൻ്റെ കർത്താവെ ഞങ്ങളെല്ലാം തിരുമുൻപാകെ ഏൽപ്പിക്കുകയാണ് കർത്താവെ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിച്ച് ഇന്ന് വരെ നടത്തിയ ദൈവമാ, വീണ്ടും നടത്തുവാൻ സർവശക്തന ബലമുള്ള കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്നു. നാഥാ, ഞങ്ങളുടെ കുടുംബനാഥനെ അനുഗ്രഹിക്കണമേ. സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കിത് പരീക്ഷാ കാലഘട്ടമാ, സ്വർഗം കൂടെ ഇരിക്കണമേ. നന്നായി പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എഴുതിയ എല്ലാ സബ്ജക്റ്റുകൾക്കായും സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള വിഷയങ്ങൾക്കായിട്ട് നന്ദി. കർത്താവിൻ്റെ കാര്യം ചേർത്ത് പിടിച്ചുകൊള്ളണമേ കർത്താവേ. ജോലി ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ. ആരോഗ്യത്തോടും സമാധാനത്തോടുമായിരിക്കാനിടയാക്കണേ. ഏറിയ പ്രതിഫലം കൊടുത്തവരെ മാനിക്കുമാറാകണം. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമാധാനത്തോടെ ജീവിപ്പാൻ സഹായിക്കുന്നവർക്ക് നന്ദി കർത്താവേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ. ഒരു സന്തോഷം ലഭിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. പലതിനെ ചൊല്ലി ദുഃഖിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. തിരുമുൻപാകെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നാഥാ, നിന്റെ സമാധാനം ഓരോ കുടുംബങ്ങൾക്കും നൽകിയവരെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ഹാലിൽ ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്നു. തക്ക തുണ ഒരുക്കണം. ഹാലിൽ അനുയോജ്യമായ വിവാഹം നടക്കണം. സ്വർഗം ഓരോ മക്കൾക്കും വേണ്ടി കരുതണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കും ഞങ്ങളുടെ മക്കളെ കാത്തുകൊള്ളണമേ കർത്താവേ. അപ്പാ, നീ അവിടുന്ന് മാസം തീയോളം കൂടെ ഇരുന്ന് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കരുണ തോന്നുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും രോഗികളെയും ദുഃഖിതരെയും ഒക്കെ സമർപ്പിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ്. എൻ്റെ കർത്താവ്, എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവം നീ മാത്രമാണ്. പ്രത്യേകിച്ച് ഹാലിൽ യാത്ര പോകുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്ന ഓരോ മക്കളുടെ യാത്രയിൽ കൂടെ ഇരിക്കണമേ. വാഹനമോടിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന തമ്പുരാനെ, ആപത്തപടം കൂടാതെ എല്ലാ മക്കളെയും സ്വർഗം പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗ്ഗത്തിന് മേലും കർത്താപ്പച്ചൻ്റെ കാര്യം വയ്ക്കുമാറാകണം. ഒന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകുമാറാകണം. സ്വർഗമേ, ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. കഷ്ടനഷ്ടം കൂടാതെ തൻ്റെ മക്കളെയും പോറ്റി പുലർത്തുമാറാകണം. ദിനംതോറും വേണ്ടുന്ന എല്ലാ നന്മകളും ഒരുക്കി മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം, സ്തോത്രം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉപജീവനമാർഗ്ഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുത്ത് സഹായിക്കുമാറാകണം. വലിയവ ചെയ്ത് മാനിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. ഈ സമയം കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ കർത്താവേ. സ്തോത്രം അപ്പാ, സ്തോത്രം.
ദൈവമായ കർത്താവെ, എയർപോർട്ടിൽ നല്ല ഒരു ജോലി ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് വൈതലാപ്പ തക്ക സമയത്ത് സകലതും ശതമായും ഉചിതമായും ക്രമീകരിച്ച് തൻ്റെ മക്കളുടെ മേലോടുത്തെ അനുഗ്രഹം പകരണമേ. നാഥാ, കരുണ കാണിക്കണമേ അപ്പ, കരുണ കാണിക്കണമേ, അത്ഭുതം ചെയ്യണമേ. എൻ്റെ അപ്പൻ്റെ പാതപിടം ചാർന്ന് കടന്നു വരുന്നവർ ഒരു നാളിൽ ലജ്ജിച്ച് പറഞ്ഞ് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. അടിയൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗം ഹല്ലേലൂയ തൻ്റെ പൈതലിന് വേണ്ടി അത്ഭുതം ചെയ്യുമാറാകണം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾപ്പാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ശ്വാസതടസ്സത്താൽ ഭാരപ്പെടുന്ന ജീവിതമുണ്ടല്ലോ, കൃത്രിമ ശ്വാസം ശ്വസിച്ചുകൊണ്ട് കഴിയുന്നവരുണ്ടല്ലപ്പ. നിൻ്റെ മകനെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയൻ ആത്മാർത്ഥമായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തൊട്ടൊരു അങ്ങേ തൊട്ടൊരു വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. അനുഭവിക്കുന്ന അവസ്ഥകളെയൊക്കെ നീ അറിയുന്ന ദൈവമാകിയാൽ നാഥാ, മനസ്സലിവും കരുണയുമുള്ള ദൈവമേ, തൻ്റെ മകനോട് കരുണ കാണിക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുക. അടിയൻ വിശ്വാസത്താൽ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. എൻ്റെ യേശു അപ്പച്ചന് കഴിയാത്തതായിട്ട് ഒന്നുമില്ലല്ലപ്പാ. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടല്ലോ. എൻ്റെ അപ്പനെ തൊട്ടൊരു വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ. തൻ്റെ മകനെ ഒന്ന് തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ കുടുംബത്തോട് മനസ്സറിയണമേ, ആ പ്രിയപ്പെട്ടവരോട് മനസ്സറിയണമേ കർത്താവേ. ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള എല്ലാ സൗഖ്യത്തിനുമായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായും മാനസികമായും ആത്മീയമായും ഭൗതികമായും വേണ്ടുന്ന എല്ലാ നന്മകളും തന്നെ മക്കൾക്കൊരുക്കി ആ കുടുംബത്തെ സഹായിക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങനെ രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഓരോ മക്കളെയും പേരായിട്ട് ഏൽപ്പിക്കുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ശരീരമാസകാലം നീർക്കെട്ടും അതിവേദനയും ഉള്ളവർ, തൈറോയിഡ് ഉള്ളവർ, കർത്താവ് ആസ്മയുള്ളവർ, അലർജി ഉള്ളവർ, ദുഃഖസംബന്ധമായ രോഗമുള്ളവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷനായി തയ്യാറെടുക്കുന്നവർ, ആമേൻ, ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്നവരെല്ലാം സമർപ്പിക്കുക കർത്താവേ. ICUയിലും CCUയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട്. ആമേൻ, ഡെലിവറി റൂമിലായിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. എല്ലാവരെയും തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. നാഥാ, സഹായിക്കും, വിട്ടുവിക്കുകയും ചെയ്യുന്ന ദൈവം അവിടുന്നാകിയാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തോത്രം അപ്പോൾ ഈ സമയം ഉറക്കമില്ലാത്ത ജീവിതങ്ങളെ സമർപ്പിക്കും. തലമുടി മുഴുവൻ കൊഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു കർത്താവ്. എൻ്റെ ദൈവമായ കർത്താവേ, സ്തോത്രം. യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ കർത്താവേ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടിയൊക്കെ കടന്നു പോകുന്നവർ, നടുവിൻ്റെ വേദനയും മുട്ടിൻ്റെ വേദനയും ഉള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, ചെവിയുടെ വേദനയാൽ, പല്ലിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്നവർ, ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ സ്വർഗത്തിലെ അപ്പച്ച ഒരു തുള്ളി രക്തം മതിയപ്പ, അവിടുന്ന് പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കുമല്ലോ. സകല രോഗാണുവും നിർജീവമാകുമല്ലോ. കാൽവരി ക്രൂസിലെ ഒരു തുള്ളി രക്തം ഞങ്ങളുടെ മേൽ കുത്തിവയ്ക്കുമാറാകണം നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണമേ അപ്പാ. എല്ലാവരോടും മനസ്സലിവും കരുണയുമുള്ള തമ്പുരാനെ അവിടുന്ന് സഹായിച്ചാട്ടപ്പാ. സ്തോത്രം, സ്തോത്രം. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ ആശ്വസിപ്പിക്കണമേ. സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ. ചുറ്റുപാടുകളെ, അയൽ കുടുംബങ്ങളെ, സഹോദരവർഗ്ഗങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ ഞങ്ങളുടെ രാജ്യങ്ങളെയെല്ലാം സൂക്ഷിക്കണമേ. സമാധാനപരമായി ജീവിപ്പാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ അപ്പാ. സ്തോത്രം. സുവിശേഷ വേലകളെയും വേലക്കാരെയും അനുഗ്രഹിച്ചാട്ടെ. എല്ലാം പ്രാർത്ഥിച്ച് അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം.